പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഓപ്ഷൻ എ പ്രകാശ തരംഗം, ഓപ്ഷൻ ബി റേഡിയോ തരംഗം, ഓപ്ഷൻ സി ശബ്ദ തരംഗം, ഓപ്ഷൻ ഡി ഗാമാ തരംഗം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി റേഡിയോ തരംഗം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി റേഡിയോ തരംഗം. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രയാൻ 3, ഓപ്ഷൻ ബി റൈസാറ്റ്, ഓപ്ഷൻ സി ആദിത്യ L1, ഓപ്ഷൻ ഡി മംഗൾയാൻ. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഓപ്ഷൻ എ ചിഹ്നഗ്രഹം, ഓപ്ഷൻ ബി സസ്തനി, ഓപ്ഷൻ സി ഉൽക്ക, ഓപ്ഷൻ ഡി മാൽവെയർ. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി മാൽവെയർ. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി മാൽവെയർ. ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എന്താണ്? ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ഏതാണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 10. ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 16. ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 16. മാഗ്നൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? മാഗ്നൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? ഓപ്ഷൻ എ കാന്തിക വിഭജനം, ഓപ്ഷൻ ബി ലീച്ചിങ്, ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ, ഓപ്ഷൻ ഡി കഴുകിയെടുക്കുക. മാഗ്നൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? ഉത്തരം ഓപ്ഷൻ എ കാന്തിക വിഭജനം. മാഗ്നൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്ന് വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം? ഉത്തരം ഓപ്ഷൻ എ കാന്തിക വിഭജനം. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു. ഓപ്ഷൻ എ ഇൽമിനൈറ്റ്, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി കാർബൺ. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു. ഉത്തരം ഓപ്ഷൻ എ ഇൽമിനൈറ്റ്. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു. ഉത്തരം ഓപ്ഷൻ എ ഇൽമിനൈറ്റ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി കാൽസ്യം കാർബണേറ്റ്, ഓപ്ഷൻ സി കാൽസ്യം കാർബേറ്റ്, ഓപ്ഷൻ ഡി കാൽസ്യം നൈട്രേറ്റ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബേറ്റ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബേറ്റ്. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 101 ആണ്. താപത്തിന്റെ വ്യത്യാസം ഇല്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 L ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 101 ആണ്. താപത്തിന്റെ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 L ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഓപ്ഷൻ എ 10 atm, ഓപ്ഷൻ ബി 5 atm, ഓപ്ഷൻ സി 2.6 atm, ഓപ്ഷൻ ഡി 1.3 atm. atm മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 101 ആണ്. താപത്തിന്റെ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 L ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഉത്തരം 5 atm. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ ബി മുരളി ചീരോത്ത്, ഓപ്ഷൻ സി നേമം പുഷ്പരാജ്, ഓപ്ഷൻ ഡി കരിവള്ളൂർ മുരളി. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ
F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ എ നവദീപ് സിംഗ്, ഓപ്ഷൻ ബി നിതേഷ്, ഓപ്ഷൻ സി അർവീന്ദർ സിംഗ്, ഓപ്ഷൻ ഡി പ്രവീൺ. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? ഉത്തരം ഓപ്ഷൻ എ നവദീപ് സിംഗ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ എ നവദീപ് സിംഗ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ എസ് കെ പൊറ്റക്കാട് 1982, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള 1984, ഓപ്ഷൻ സി ONV കുറുപ്പ് 2009, ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ 1998. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള. ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള 1984. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. 1 കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, 2 വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാ സംഘം, 3 പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, 4 അയ്യങ്കാളി സമത്വ സമാജം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2ഉം 4ഉം, ഓപ്ഷൻ സി 2ഉം 3ഉം, ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം. വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാ സംഘം, അയ്യങ്കാളി സമത്വ സമാജം. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്? ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ വൈക്കം, ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്, ഓപ്ഷൻ സി ചെറുതുരുത്തി, ഓപ്ഷൻ ഡി കോഴിക്കോട്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്. പെഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? 1 സോഫിയ ഖുറേഷി, 2 ഹിമാൻഷി നർവാൾ, 3 വ്യോമിക സിംഗ്, 4 അഷന്യ ദ്വിവേദി. ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2ഉം 4ഉം, ഓപ്ഷൻ സി 1ഉം 3ഉം, ഓപ്ഷൻ ഡി 3ഉം 4ഉം. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. പെഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? 1 സോഫിയ ഖുറേഷി, 2 വ്യോമിക സിംഗ്. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ഓപ്ഷൻ എ അഡ്വക്കേറ്റ് കുഞ്ഞ ഇഷ, ഓപ്ഷൻ ബി P സതീദേവി, ഓപ്ഷൻ സി MK പ്രേമചം, ഓപ്ഷൻ ഡി VR മഹിളാമണി. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ഉത്തരം ഓപ്ഷൻ ബി P സതീദേവി. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ഉത്തരം ഓപ്ഷൻ ബി P സതീദേവി. ഇ ഗവർണൻസ് എന്നാൽ ഓപ്ഷൻ എ സർക്കാരിൻ്റെ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ നടത്തുന്നത്, ഓപ്ഷൻ ബി സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്നത്, ഓപ്ഷൻ സി ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി നടത്തുന്നത്, ഓപ്ഷൻ ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇ ഗവർണൻസ് എന്നാൽ ഉത്തരം ഓപ്ഷൻ ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇ ഗവർണൻസ് എന്നാൽ സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ മോണിറ്റർ, ഓപ്ഷൻ ബി പ്രിന്റർ, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി കീബോർഡ്. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രിന്റർ. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രിന്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിൻ്റെ നിർവചനം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിൻ്റെ നിർവചനം? ഓപ്ഷൻ എ ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ, ഓപ്ഷൻ ബി ഭൂമിശാസ്ത്രമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ,
ഓപ്ഷൻ സി വ്യത്യസ്ത രാജ്യങ്ങളിലെ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ ഡി ഉപഗ്രഹ ലിങ്കുകൾ വഴി മാത്രം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നത്. താഴെ പറയുന്നവയിൽ ലാനിന്റെ നിർവചനം. ഉത്തരം ഓപ്ഷൻ ബി ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തത്തിനും പരിഗണിച്ച് 2024 CIMA ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 CIMA ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? ഓപ്ഷൻ എ ഡേവിഡ് ബേക്കർ ഡേമിസ് അസാബിസ് ജോൺ ജമ്പർ. ഓപ്ഷൻ ബി വിക്ടർ ആംബ്രോസ് ഗാരി റോ കൂൻ. ഓപ്ഷൻ സി ജോൺ ജെ ഹോപ്ഫീൽഡ് ജെഫ്രി ഹിൻഡൻ. ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 CIMA ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ജോൺ ജെ ഹോപ്ഫീൽഡ് ജെഫ്രി ഹിൻഡൻ. ഓപ്ഷൻ സി ജോൺ ജെ ഹോപ്ഫീൽഡ് ജെഫ്രി ഹിൻഡൻ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ വില്ലോ. ഓപ്ഷൻ ബി GPT-4o. ഓപ്ഷൻ സി ഗ്രോക്ക് 3. ഓപ്ഷൻ ഡി മജോറാന 1. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ വില്ലോ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ വില്ലോ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം. ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഓപ്ഷൻ ബി ഉപഭോക്തൃ സമിതി. ഓപ്ഷൻ സി ഉപഭോക്തൃ കമ്മീഷൻ. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം. ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം. ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. പോസ്കോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ്. പോസ്കോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ്. ഓപ്ഷൻ എ സെക്ഷൻ 22. ഓപ്ഷൻ ബി സെക്ഷൻ 17. ഓപ്ഷൻ സി സെക്ഷൻ 20. ഓപ്ഷൻ ഡി സെക്ഷൻ 24. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ്. ഓപ്ഷൻ എ സെക്ഷൻ 22. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ്. ഓപ്ഷൻ എ സെക്ഷൻ 22. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ്? വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ ഇന്ത്യ. ഓപ്ഷൻ ബി ചൈന. ഓപ്ഷൻ സി സ്വീഡൻ. ഓപ്ഷൻ ഡി അമേരിക്ക. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ സി സ്വീഡൻ. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ സി സ്വീഡൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ.